ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെസന്റ് റിവോൾട്സിനെ പറ്റിയാണ്. പെസന്റ് റിവോൾട്സ് ആയ ചമ്പാരൻ സത്യാഗ്രഹ, ബർഡോളി സത്യാഗ്രഹ, കേദാ സത്യാഗ്രഹ, തെബാഗ മൂവ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും. സോ ഫസ്റ്റ് ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ സത്യാഗ്രഹയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പം 1750s ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെറും ഒരു ട്രേഡർ കമ്പനി മാത്രമായിരുന്നു. പക്ഷേ അവർ ഇൻഡിഗോ പ്ലാന്റേഷൻസ് തുടങ്ങി ബേരാർ, ബംഗാൾ, അവധ് റീജൻസിൽ. സോ ഈ ബേരാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ഈസ്റ്റായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ബേരാർ എന്ന് പറയുന്നത്. ഈ ഇൻഡിഗോ യൂസ് ചെയ്തിരുന്നത് ഡൈ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചൈനയിലോട്ടും UK യൂറോപ്പിലോട്ടും ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിരുന്നു ഇൻഡിഗോ പ്ലാന്റേഷൻസ് നടത്തിയിരുന്നത്. സോ ഈ കാര്യത്തിൽ പെസൻസ് ഹാപ്പി അല്ലായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാപ്പി ആയിരുന്നെങ്കിലും. കാരണം സാധാരണ ക്രോപ്പുകളെക്കാളും കൂടുതൽ വെള്ളം ഇതിന് ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോയിൽ ഇൻഫെർട്ടിലിറ്റിയും ഒരു വലിയ പ്രശ്നമായിരുന്നു. സോ പെസൻസ് ഇതിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീൻകത്തിയ സിസ്റ്റം പോലുള്ള സിസ്റ്റംസുമായിട്ട് മുമ്പോട്ട് വന്നു. തീൻ എന്ന് പറയുമ്പോൾ 3യും, കത്തിയ എന്ന് പറയുന്നത് കത്ത, അതൊരു ലാൻഡ് മെഷർമെൻറ്റിൻ്റെ ഒരു യൂണിറ്റാണ് കത്തിയ എന്ന് പറയുന്നത്. ഒരു ബീഗ ഈസിക്കൽ ടു 20 കത്ത എന്ന് പറയുന്ന ഒരു കണക്കാണുള്ളത്. ബീഗ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 33 സെൻസോളം വരുന്നൊരു യൂണിറ്റാണ്. സോ 1 ബീഗ ഈസിക്കൽ ടു 20 കത്ത എന്നാണ് പറയുന്നത്. അതായത് ഈ തീൻകത്തിയ സിസ്റ്റം പ്രകാരം ഇൻഡിഗോ പ്ലാന്റേഴ്സിൻ്റെ 3/20 പാർട്ട് ഓഫ് ദെയർ ലാൻഡിൻ്റെ ഭാഗം ഇൻഡിഗോ കൾട്ടിവേഷൻ ചെയ്യണമെന്ന്, ബാക്കി അവരുടെ ക്രോപ്പ് അവർക്ക് കൾട്ടിവേഷൻ ചെയ്യാം. സോ ഈ കാര്യത്തിൽ പെസൻസിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവരും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു. ആ സമയത്താണ് 1915 ജർമ്മൻസ് ആർട്ടിഫിഷ്യൽ ഡൈ ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഇതോടെ ജർമ്മൻ ഡൈ ഇൻഡിഗോയെക്കാളും ചീപ്പറാണ്. ഇൻഡിഗോ നിർമ്മിക്കുന്നതിനേക്കാളും ഒരുപാട് ചീപ്പറാണ് ജർമ്മൻ ഡൈ. സോ ഇൻഡിഗോയുടെ ഡിമാൻഡ് കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. ബ്രിട്ടീഷ് പെസൻസിന് കൊടുക്കുന്ന അഡ്വാൻസും കുറഞ്ഞ്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാർമേഴ്സ് വേറെ കൾട്ടിവേഷൻ ചെയ്യാൻ പ്രേരിതരായി അവർ വേറെ കൾട്ടിവേഷൻസിലേക്കൊക്കെ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ പെസൻസിനെ ഫോഴ്സ് ചെയ്ത് ഇൻഡിഗോ കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി. ഇത്തവണ പേയ്മെൻറ്റ് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ലായിരുന്നു. ഇതാണ് പെസൻസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നം. ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഗാന്ധിജിയുടെ എൻട്രി. ഗാന്ധിജി ചമ്പാരനിലേക്ക് എത്തുവാണ്. അദ്ദേഹത്തിൻ്റെ ടീം രാജേന്ദ്ര പ്രസാദ്, അനുഗ്രഹ് നാരായൺ സിൻഹയും കൂടെ ചേർന്ന്, മറ്റുള്ള ലീഡേഴ്സും കൂടെ ചേർന്ന് ഗാന്ധിജി ചമ്പാരനിലേക്ക് 10 ഏപ്രിൽ 1927 എത്തുന്നു. അവിടെ ഗാന്ധിജി സിഗ്നേച്ചർ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ചമ്പാരൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാമ്പയിനാണ് സിഗ്നേച്ചർ ക്യാമ്പയിൻ. ഗാന്ധിജി സർവേ നടത്തുന്നു, വില്ലേജേഴ്സിനെ കാണുന്നു, അവരുടെ സഫറിങ്സ് പഠിക്കുന്നു, അവരുടെ അട്രോസിറ്റീസ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരോട് ചെയ്യുന്ന അട്രോസിറ്റീസ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരോട് ചെയ്യുന്ന അട്രോസിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ അവരുടെ ലാൻഡിനെ പറ്റി എത്ര ലാൻഡ് ഉണ്ടെന്നുള്ള സർവേ എടുക്കുന്നു. സോ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും വില്ലേജസിൻ്റെ സിഗ്നേച്ചർ മേടിക്കുകയും ചെയ്യുന്നു. ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഗാന്ധിജിയെ 1917 അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു അൺട്രസ്റ്റ് ഉണ്ടാക്കി എന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്യുന്നു. 18 ഏപ്രിൽ 1917 മോട്ടിഹാരി കോർട്ടിൽ ഗാന്ധിജീനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ മോട്ടിഹാരി കോർട്ടിൻ്റെ വെളിയിൽ ഒരു വലിയ ജനാവലി തന്നെ ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജി ഈ പറയുന്ന സത്യാഗ്രഹത്തിൽ നിന്നും ഒരു അടിയും പിറകോട്ടില്ല എന്ന് കണ്ട് ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ബീഹാർ ഈ കേസ് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ബീഹാർ കേസ് വിഡ്രോ ചെയ്തതോടെ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ടീമും ഈ സർവേ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 4000 ഫയൽസാണ് ലോക്കൽ അതോറിറ്റിക്ക് കൈമാറിയത്. ചമ്പാരൻ ലോക്കൽ അതോറിറ്റിക്ക് ഏകദേശം 4000 ഫയലുകൾ കൈമാറി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിഗോ കമ്മീഷൻ ഫോം ചെയ്തു. ഈ ഇൻഡിഗോ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 4 മാർച്ച് 1980 ചമ്പാരൻ അഗ്രേറിയൻ ആക്ട് വന്നു. ഇത് ചമ്പാരൻ സത്യാഗ്രഹയുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഈ ചമ്പാരൻ അഗ്രേറിയൻ ആക്ട്. ഇത് പ്രകാരം തീൻകത്തിയ സിസ്റ്റം ഇല്ലാണ്ടായി. അതുപോലെ തന്നെ ഇവർക്ക് കോമ്പൻസേഷൻസ് കൊടുത്തു. അടുത്തതാണ് കിസാൻ സഭ മൂവ്മെൻറ്റ്. 1918 21 ഇടയിൽ നടക്കുന്നതാണ് കിസാൻ സഭ മൂവ്മെൻറ്റ്. കിസാൻ സഭ മൂവ്മെൻറ്റ് നടക്കുന്ന അവധിൽ, അതായത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് ഇരിക്കുന്ന സ്ഥലത്ത് യുണൈറ്റഡ് പ്രോവിൻസ്. ഇവിടെ പെസൻസിൻ്റെ മിസറബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസികളും അതുപോലെ തന്നെ അവധിലെ താലൂക്ക്ദാസുമാണ്. താലൂക്ക്ദാസ് എന്ന് പറയുന്നത് ബിഗ് ലാൻഡ് ലോഡ്സ് ആണ്. സോ ഇതായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം. എന്താണ് പെസൻസിൻ്റെ അഗ്രികൾച്ചറൽ മെത്തേഡുകൾ ഇമ്പ്രൂവ് ആയിട്ടില്ല, ഇറിഗേഷൻസ് മെത്തേഡ്സ് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല. പക്ഷേ ലാൻഡ് റവന്യൂ മാത്രം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രൊഡ്യൂസ് വർദ്ധിക്കാതെ അവർ ലാൻഡ് റവന്യൂ കൂടുതൽ കൊടുക്കണമെന്നുള്ളതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ലാൻഡ് ലോഡ്സ് പവർഫുൾ ആയിരുന്നു. ഒരു നസാർന എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. നസാർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാൻഡ് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിന്യൂവൽ ഫീസ് കൊടുക്കണം. അതാണ് ഈ നസാർന. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്യുന്ന, അതായത് അവർ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റെന്റ് റേറ്റ്സിനേക്കാളും കൂടുതലാണ് താലൂക്ക്ദാസ് കളക്ട് ചെയ്തിരുന്നത്. ഇതൊക്കെയായിരുന്നു പെസൻസിൻ്റെ മെയിൻ ഇഷ്യൂസ്. ആ സമയത്താണ് ആനി ബസന്ത് ഹോം റൂൾ ലീഗ് 1960 തുടങ്ങുകയും
ഈ പറയുന്ന അവധിൽ കിസാൻ സഭാസ് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ കിസാൻ സഭാസ് കാരണം പെസൻസ് ഓർഗനൈസ്ഡായി, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1918 യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ആവുകയാണ്. യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ. അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സായിരുന്നു ഗൗരി ശങ്കർ മിശ്രയും ഇന്ദ്രനാരായണൻ ദ്വിവേദിയും. ഇവരാണ് യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ 1918 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർക്ക് സപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ലീഡറാണ് മദൻ മോഹൻ മൗലവ്യ. സോ യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ 1918 സ്റ്റാർട്ട് ചെയ്യുകയും 1919 ആകുമ്പോഴത്തേക്ക് അതിന് 450 ബ്രാഞ്ചസ് വരികയും ചെയ്തു. സോ ഒരു വലിയ കിസാൻ മൂവ്മെൻ്റായി മാറുക യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ. അവർ കോൺഗ്രസിൻ്റെ 1919 അമൃത്സർ സെഷനിൽ പങ്കെടുത്തിരുന്നു. ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 5 സെപ്റ്റംബർ 1920 ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ കിസാൻ സത്യാഗ്രഹയുടെ ഒരു വഴിത്തിരിവ് ഉണ്ടാവാൻ കാരണം. ഈ പറയുന്ന ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതൊരു നാഷണലിസ്റ്റ് മൂവ്മെൻ്റാണ്. കിസാൻസൊക്കെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തു. സോ കിസാൻ്റെ ഇഷ്യൂസ് ആയിട്ടുള്ള ഹൈ റെൻറ്റ്, താലൂക്ക്ദാർ എവിക്ഷൻ, അവരുടെ ലാൻഡിൽ നിന്നുള്ള എവിക്ഷൻസ്, ഈ പ്രശ്നങ്ങളെല്ലാം ഇഗ്നോറായി. അങ്ങനെ ഈ പറയുന്ന യുണൈറ്റഡ് പ്രൊവിൻസസ് കിസാൻ സഭയിലും 2 ഗ്രൂപ്പുകളായി മാറി. ഒന്ന് ഒക്ടോബർ 1920 അവധ് കിസാൻ സഭ ഫോം ആവുകയാണ്. യുണൈറ്റഡ് പ്രൊവിൻസസ് കിസാൻ സഭ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ടും ഖലീഫത്ത് മൂവ്മെൻറ്റുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ അവധ് കിസാൻ സഭ ഈ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും ഇനി മുതൽ എവിക്റ്റ് ചെയ്ത ലാൻഡുകളിൽ ഇനി മറ്റൊരാൾ ടില്ല് ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. പക്ഷേ ജാനുവരി 1921 ആയപ്പോഴത്തേക്ക് ഇവരുടെ ഒരു മോഡ് ഓഫ് പ്രവർത്തനങ്ങൾ മാറി, പാറ്റേൺ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്തു. പോലീസുമായിട്ട് ക്ലാഷ് ഉണ്ടായി. ഈ പറയുന്ന ലാൻഡ് ലോഡ്സിൻ്റെ ബസാഴ്സും ഹൗസും ഒക്കെ ലൂട്ട് ചെയ്യാൻ തുടങ്ങി. സോ ഒരു നോൺ വയലൻറ്റ് അപ്രോച്ചിൽ നിന്നൊരു വയലൻറ്റ് അപ്രോച്ചിലേക്ക് കാര്യങ്ങൾ മാറി. വയലൻറ്റ് അപ്രോച്ചിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്ക് ബ്രിട്ടീഷേഴ്സ് റിപ്രഷനുമായിട്ട് മുമ്പോട്ട് വന്ന് ഈ റിപ്രഷൻസ് കാരണം ഈ പറയുന്ന കിസാൻ മൂവ്മെൻറ്റ്, അതായത് അവധ് കിസാൻ സഭയുടെ മൂവ്മെൻറ്റിന് വലിയ ഡിക്ലൈൻ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ അവധ് റെൻ്റ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവരികയാണ്. ഇതുവഴി പെസൻസിന് റിലീഫ് കിട്ടുന്നുണ്ട്, നസാന സിസ്റ്റം എടുത്തു കളയുന്നുണ്ട്. അതോടെ ഈ മൂവ്മെൻറ്റ് ഡിക്ലൈൻ ആവുകയാണ്. സോ ഇതാണ് ഈ പറയുന്ന കിസാൻ സഭ മൂവ്മെൻറ്റ് 1918 to 21. ഇവിടെ പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട 2 സഭകൾ, യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ അവധ് കിസാൻ സഭ പെസൻസിൻ്റെ പ്രശ്നങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോയെങ്കിലും പിന്നെ അത് വയലൻറ്റ് നേച്ചറിലേക്ക് എത്തുകയും ചെയ്തു. സോ അടുത്ത ഏകാ മൂവ്മെൻറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭയ്ക്കും അവധ് കിസാൻ സഭയ്ക്കും പങ്കുണ്ട്. സോ ഏകാ മൂവ്മെൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറയണം. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റോടെ ഈ 2 ഗ്രൂപ്പായി മാറിയ അവധ് കിസാൻ സഭയ്ക്ക് ഡിക്ലൈൻ സംഭവിച്ചു. അതായത് ഈ പറയുന്ന നസാറിനെ റിന്യൂവൽ ഫീ ഒക്കെ എടുത്ത് കളഞ്ഞതോടെ അവധ് കിസാൻ സഭയ്ക്ക് അവരുടെ നേതൃത്വത്തിലുള്ള പ്രോമിനൻസ് നഷ്ടപ്പെട്ടു. പക്ഷേ പെസൻറ്റിൻ്റെ ഡിസ്കണ്ടൻ്റ് അവിടെ കൊണ്ടും തീരുന്നില്ലായിരുന്നു. ഇപ്പോഴും ഹൈ റെൻറ്റ്സ് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റെൻറ്റിനേക്കാളും 50% കൂടുതലാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ക്യാരക്ടറും കൂടി ഇൻട്രൊഡ്യൂസ്ഡ് ആയി. അതാണ് ടീക്കദാഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് റവന്യൂ കളക്ടേഴ്സാണ് താലൂക്ക്ദാസിൻ്റെ. അവർ വല്ലാണ്ട് പെസൻസിനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാക്ടീസ് ഓഫ് ഷെയർ റെൻറ്റ് എന്നുള്ള പ്രാക്ടീസ് വന്നു. അതായത് ലാൻഡ് ലോഡ് ഉണ്ടാവും, അവർ ലാൻഡ് കൊടുക്കും, ഹാർഡ് വർക്ക് പെസൻസാണ് ചെയ്യുന്നത്. പക്ഷേ ലാൻഡ് ലോഡ്സ് ഒരുപാട് പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷെയർ റെൻറ്റ്സിൽ പ്രോപ്പറായിട്ടല്ലായിരുന്നു ഷെയർസ് പെസൻറ്റയിൽ എത്തുന്നത്. സോ ഇതൊക്കെ പെസൻറ്റിൻ്റെ ഡിസ്കണ്ടൻറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു നോർത്തേൺ UP-യിൽ. സോ ഇപ്പം അവധ് കിസാൻ സഭ ഇല്ല, അവരുടെ പ്രോമിനൻസ് നഷ്ടപ്പെട്ടു. ഇനിയുള്ളത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ടൊക്കെ മുമ്പോട്ട് പോയി കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്ന യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭയാണ്. യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ കോൺഗ്രസിൻ്റെ സഹായത്തോടെ ഏക മീറ്റിംഗ്സുകൾ സംഘടിപ്പിച്ചു. അതായത് പെസൻസിൻ്റെ ഇഗ്നോർ ചെയ്യപ്പെട്ട വിഷയങ്ങളെ തിരിച്ച് റീസർഫസ് ചെയ്ത് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ സഹായം കൂടെ യുണൈറ്റഡ് പ്രൊവിൻസ് കിസാൻ സഭ തേടി. ഇത് പ്രകാരം പെസൻസിനെ ഇൻസിസ്റ്റ് ചെയ്ത് ഇനി തൊട്ട് റെൻറ്റുകൾ പേ ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ് വാങ്ങുമെന്ന്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റെൻറ്റ് ടാക്സിനേക്കാളും കൂടുതൽ ഈ പറയുന്ന ലാൻഡ് ലോഡ്സിന് വാങ്ങിക്കാൻ പറ്റരുത്. അതിനുവേണ്ടി റെസിപ്റ്റുകൾ വാങ്ങിക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്ത് ഏക മീറ്റിംഗ്സിൽ. അതുപോലെ തന്നെ ഒരു റിലീജിയസ് റിച്വൽ പോലെ ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിൽ ഗംഗാജലമെന്ന് സങ്കല്പിച്ച് മുങ്ങി നിവർന്ന് ഓത്തൊക്കെ എടുക്കുന്നുണ്ട്. ഇനി തൊട്ട് റെൻറ്റുകൾ റെക്കോർഡഡ് റെൻറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ, അതും ഓൺ ടൈമിൽ കൊടുക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ലാൻഡിൽ നിന്ന് എവിക്റ്റ് ചെയ്താൽ ലീവ് ചെയ്യില്ല, അതുപോലെ ഫോഴ്സ് ലേബർ ചെയ്യില്ല എന്നെല്ലാം അവർ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇതേ സമയത്താണ് മദാരി പാസി എന്ന് പറയുന്ന ഒരു ലീഡറിൻ്റെ എൻട്രി. ഇതോടെ ആ മൂവ്മെൻറ്റ് വയലൻ്റായി മാറുകയാണ്. വയലൻസ് എവിടെയുണ്ടോ അവിടെ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി.
സോ വയലൻസ് വന്നതോടെ ബ്രിട്ടീഷുകാർ ഇടപെടും, സിവിയർ റിപ്രഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏക മൂവ്മെൻറ്റ് മാർച്ച് 1922 എൻഡ് ആവുകയാണ്. സോ നമ്മൾ വയലൻസ് കാരണം എൻഡായ ഒരു മൂവ്മെൻറ്റ് കൂടെ കാണുവാണ് ഏക മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ അവധ് കിസാൻ സഭ വയലൻസ് കാണിച്ചു. അതോടെ കോൺഗ്രസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പാത്തിൽ നിന്ന്. അതോടെ അവരുടെ ഓർഗനൈസേഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അടുത്തതാണ് കേദ സത്യാഗ്രഹ 1918. അഹമ്മദാബാദിലാണ് കേദ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. പക്ഷേ അന്ന് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമാണ് കേദ. കേദയിലെ പെസൻട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പാട്ടിദാർ പെസൻസ് ആയിരുന്നുള്ള ഇവർക്ക് അഗ്രികൾച്ചറിൽ ഒരുപാട് സ്കില്ലുള്ള ആൾക്കാരായിരുന്നു ഈ പാട്ടിദാർ പെസൻസ്. അതുപോലെ തന്നെ കേദ എന്ന് പറയുന്ന സ്ഥലം വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു ലാൻഡാണ്. കോട്ടനും ടുബാക്കോയൊക്കെ വളരെ നന്നായിട്ട് വിളയുന്ന മണ്ണാണ് കേദയിലെ. പക്ഷേ അതേ സമയത്താണ് ജപ്പാനിയാക്കാൽ, അതായത് ഫാമിൻസ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ഫാമിൻസുകൾ തുടരെ ഉണ്ടായതോടെ അഗ്രേറിയൻ എക്കോണമി മാറി. അവിടെയുള്ള പെസൻസൊക്കെ ഡെയിലി ലേബറേഴ്സായി മാറി. അതുപോലെ അതിൻ്റെ മുകളിൽ 1980 ഡ്രോട്ട് സംഭവിച്ചു. അതിന് മുകളിൽ പ്ലേഗ് സംഭവിച്ചു. 17,000 പേരോളം മരിച്ചു. സോ പെസൻസ് വളരെയധികം കഷ്ടപ്പാടിലായിരുന്നു കേദയിൽ. ഇത് എല്ലാം പോരാഞ്ഞിട്ട് ഗവൺമെൻറ് കേദയിലെ ഡേറ്റ റീഅസസ് ചെയ്തു. ഡേറ്റ റീഅസസ്മെൻറ്റിൽ അവർ ടാക്സ് റിവൈസ് ചെയ്ത് കൂട്ടാൻ തീരുമാനിക്കുകയും 23% ഇൻക്രീസ് ഉണ്ടാവുകയും ചെയ്തു. ഈ പറയുന്ന കേദയിലെ ടാക്സ് അടയ്ക്കേണ്ടത് ഇനി മുതൽ 23% അധികം അടയ്ക്കണം. സോ പെസൻസ് എന്ത് ചെയ്തു? പെസൻസ് ഗുജറാത്ത് സഭയെ സമീപിച്ചു. ഈ ഗുജറാത്ത് സഭയുടെ പ്രസിഡൻ്റാണ് ഗാന്ധിജി. അഹമ്മദാബാദ് ബിൽ സ്ട്രൈക്കുമായിട്ട് തിരക്കായിട്ട് നിന്നു. സോ സർദാർ പട്ടേലിനെ ഇങ്ങോട്ടേക്ക് വിടുകയാണ്. സർദാർ പട്ടേൽ അവരുടെ ഗ്രീവൻസുകളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ പറയുന്ന എവിഡൻസുകൾ, ഇവരുടെ ഈ ടാക്സ് റവന്യൂ അന്യായമാണെന്ന് കാണിക്കുന്ന എവിഡൻസുകൾ ശേഖരിച്ചു. പക്ഷേ ഈ പെറ്റീഷൻ ബ്രിട്ടീഷിന് കൊടുത്തതോടെ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിജി സത്യാഗ്രഹമായിട്ട് ഒരു പീസ്ഫുൾ അപ്രോച്ചുമായിട്ട് കേദയിലേക്കുള്ള എൻട്രി. സോ കേദയിലോട്ടുള്ള എൻട്രി ഗാന്ധിജി സത്യാഗ്രഹ മെത്തേഡിൽ നടത്തിയതോടെ ടാക്സ് അടയ്ക്കാൻ പാടില്ലെന്നും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു? പ്രോപ്പർട്ടി സീസ് ചെയ്യാനായിട്ട് അയച്ച് പെസൻസിനെ ജയിലിന് അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊമെൻറ്റ് ടിൽ എൻഡ് പീസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷേഴ്സിന് ഇത് റിപ്രസ് ചെയ്ത് കളയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന കോൺഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാൻഡുകളെല്ലാം റിട്ടേൺ ചെയ്ത് ആ വർഷത്തെ ആ കറണ്ട് ഇയറിലെ ടാക്സും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഗാന്ധിജിയുടെ സത്യാഗ്രഹ മെത്തേഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സത്യാഗ്രഹമായിട്ട് നമുക്ക് കേദ സത്യാഗ്രഹനെ കാണാൻ പറ്റും. നമ്മൾ ഇതിന് മുകളിൽ കണ്ട കിസാൻ സഭ മൂവ്മെൻ്റ് എല്ലാം ഒരു വയലന്റ് നേച്ചറിലേക്ക് പോയപ്പോഴത്തേക്ക് ഇവിടെ അവരുടെ ആവശ്യങ്ങൾ അവർ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നേടിയെടുക്കുന്നു. അടുത്ത സത്യാഗ്രഹമാണ് ബർഡോളി സത്യാഗ്രഹ 1928. 1928 ബർഡോളി സത്യാഗ്രഹം നടക്കുന്നത് സൂററ്റിലാണ്. അതും ബോംബെ പ്രസിഡൻസിയുടെ ഭാഗം തന്നെയാണ് അന്ന്. ഇവിടെയും പ്രശ്നം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് അസസ്മെൻ്റ് ആണ്. ഓരോ 30 വർഷം കൂടുന്നവരും അവർ ലാൻഡ് അസസ്മെൻറ്റ് നടത്തും. 1896 ലാസ്റ്റ് പ്രീവിയസ് ലാൻഡ് അസസ്മെൻറ്റ് നടന്നു. അതിനുശേഷം നടക്കുന്നത് 1926 ആണ്. അതായത് ബർഡോളി സത്യാഗ്രഹം നടക്കുന്നതിന് 2 വർഷം മുമ്പ് MS ജയഗർ എന്ന് പറയുന്ന ആളാണ് ഈ ലാൻഡ് അസസ്മെൻറ്റിന് വേണ്ടി ചുമതല കൊടുത്തത്. അദ്ദേഹം സ്പോട്ട് സ്റ്റഡി ഒന്നും നടത്താതെ ജസ്റ്റ് സ്പെക്കുലേഷൻസിൻ്റെ പുറത്ത് ഒരു 30% ഇൻക്രീസ് ഇൻ ടാക്സ് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് പെസൻസിൻ്റെ മുകളിൽ. ഇവിടെ നമ്മൾ നേരത്തെ കേദയിൽ കണ്ട പോലെ ബർഡോളി പെസൻസ് കോൺഗ്രസിൻ്റെ അടുത്ത് പോവുകയാണ്. മുകളിൽ നമ്മൾ ഗുജറാത്ത് സഭയുടെ അടുത്ത് പോകുന്നത് കണ്ടു. ഇവിടെ കോൺഗ്രസിൻ്റെ അടുത്ത് പോവുകയാണ്. കോൺഗ്രസ് ഒരു ബർഡോളി എൻക്വയറി കമ്മിറ്റി സ്ഥാപിക്കുന്നു. അതുപ്രകാരം സർവേ കണ്ടക്ട് ചെയ്യുന്നു. ഈ പറയുന്ന 30% ടാക്സ് അടയ്ക്കേണ്ട എന്ന് കണ്ടെത്തുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വല്ലഭായ് പട്ടേലിനെ ഈ പറയുന്ന ബർഡോളിയിലേക്ക് അയക്കുകയാണ് സത്യാഗ്രഹിക്ക്. വല്ലഭായ് പട്ടേൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഓത്തൊക്കെ എടുപ്പിക്കുന്നുണ്ട്. ഇനി ലാൻഡ് റവന്യൂ കൊടുക്കില്ല, ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ലാൻഡ് റവന്യൂ കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ കൂടെ ബർഡോളിയിലെ ജനങ്ങൾ പെസൻസ് നിൽക്കുകയാണ്. സോ വല്ലഭായ് പട്ടേലും ബർഡോളി പീപ്പിളും കൂടെ ചേർന്ന് ബർഡോളി സത്യാഗ്രഹിക്ക് തുടക്കം കുറിക്കുകയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന റിവൈസ്ഡ് അസസ്മെൻറ്റിനെ വിലയിരുത്താൻ വേണ്ടി, അതിനെ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഈ സമയത്ത് തന്നെയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്നുള്ള പേര് കിട്ടുന്നതും. അതായത് ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു വുമൺ ആണ് അദ്ദേഹത്തിന് സർദാർ എന്ന് വിളിക്കുന്നത്. സോ സർദാർ വല്ലഭായ് പട്ടേലായി. ഇദ്ദേഹം അവിടെ ചെയ്തത് 13 വർക്കർ ക്യാമ്പുകൾ സ്ഥാപിച്ച്, അതുപോലെ ബർഡോളി സത്യാഗ്രഹ പത്രിക, അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബർഡോളി സത്യാഗ്രഹ പത്രിക പുറപ്പെടുവിപ്പിച്ച് ഒരു ഇൻ്റലിജൻസ് വിങ്ങിനെ സ്ഥാപിച്ച്, അതായത് ഈ പറയുന്ന ടാക്സ് ഓത്തെടുത്തതിന് ശേഷം ആൾക്കാർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റലിജൻസ് വിങ്ങിനെ സ്ഥാപിച്ചു. സോ
ഈ പറയുന്ന ബ്രിട്ടീഷിൻ്റെ റിപ്രസീവ് മെഷേഴ്സ് അവിടുന്ന് തുടങ്ങുകയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് ബ്രിട്ടീഷേഴ്സ് റിപ്രസീവ് മെഷേഴ്സുമായിട്ട് മുമ്പോട്ട് വരുന്നു. വല്ലഭായ് പട്ടേലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ബട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഓഗസ്റ്റ് 1928 ഗാന്ധിജിയും കൂടെ ഈ സീനിൽ എൻ്റർ ആവുകയാണ്. സോ വല്ലഭായ് പട്ടേലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ സത്യാഗ്രഹം നിന്നു പോയില്ല. സോ ഗാന്ധിജി ബഡോളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പീപ്പിൾ റിമൈൻഡ് നോൺ വയലൻ്റ് എന്നുള്ളത്. അവർ വയലന്റ് മെഷേഴ്സിൽ പോവാതെ ഗാന്ധിജിയുടെ സത്യാഗ്രഹ മെത്തേഡ്സായിട്ട് മുമ്പോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ മാക്സ്വെൽ ബ്രൂംഫീൽഡിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രിബ്യൂണൽ സെറ്റ് ചെയ്യാണ്. അവർ 6% ഹൈക്ക് മാത്രം മതി എന്നുള്ള രീതിയിൽ എത്തുന്നു 30% നിന്ന്. അതാണ് ബഡോളി സത്യാഗ്രഹയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. സോ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സത്യാഗ്രഹമായിരുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ചൗരി ചൗര ഇൻസിഡൻറ്റ്, വയലൻ്റ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ പേരിൽ കോൾ ഓഫ് ചെയ്യേണ്ടി വന്നു. സോ ഗാന്ധിജിയുടെ സത്യാഗ്രഹ അപ്രോച്ചിൽ ഊന്നി നിന്ന് ബഡോളി പീപ്പിൾ അവരുടെ ആവശ്യം നേടിയെടുക്കുകയാണ്. ഇനി നോക്കാനുള്ള ഏറ്റവും ലാസ്റ്റിലത്തെ പെസൻ്റ് റിവോൾട്ട് തെബാഗ മൂവ്മെൻ്റാണ്. തെബാഗ മൂവ്മെൻറ്റ് 1946 ഇത് നോർത്ത് ബംഗാൾ റീജിയനിലാണ് ഉണ്ടാകുന്നത്. നോർത്ത് ബംഗാളിലെ ലാൻഡ് ലോഡ്സിനെ ജോട്ടേദാഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവർ വെൽത്തി പെസൻസ് ആയിരുന്നു. വെൽത്തി പെസൻസ് ആണ്, അവർക്ക് ഒരുപാട് ലാൻഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലായിടത്തും പോയി അഗ്രികൾച്ചർ നടത്തി അതിൻ്റെ പ്രൊഡ്യൂസ് എടുക്കാൻ പറ്റില്ല. സോ അവർ ഷെയർ ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ഷെയർ ക്രോപ്പ് ചെയ്യുന്ന പെസൻസിനെ ബാർഗദാർ എന്ന് വിളിക്കും. സോ അവർ ജോട്ടേദാഴ്സിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. ഈ പറയുന്ന ജോട്ടേദാഴ്സും ബാർഗദാറും 50% ഓഫ് ഷെയറിലായിരുന്നു നിന്ന്. പക്ഷേ ബാർഗദാർ ഹാപ്പി അല്ലായിരുന്നു. ഈ ഹാർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടും 50% ഓഫ് ഷെയർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ സമയത്താണ് ബംഗാൾ ലാൻഡ് റവന്യൂ കമ്മീഷൻ 1940 വരുന്നത്. അതിന് ഫ്ലോട്ട് എന്ന് പറയുന്ന ആൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഫ്ലോട്ട് കമ്മീഷൻ എന്നും അറിയപ്പെടും. സോ ജോട്ടേദാറിന് 1/3 പ്രൊഡ്യൂസ് മാത്രം കൊടുത്താൽ മതി എന്നാണ് ബംഗാൾ ലാൻഡ് റവന്യൂ കമ്മീഷൻ പറയുന്നത്. ഇതിനെയാണ് തെബാഗ എന്ന് പറയുന്നത്. ഇത് റെക്കമെൻഡേഷൻ മാത്രമാണ്. തെബാഗ എന്ന് പറയുമ്പോൾ 1/3 എന്നാണ് അർത്ഥം. സോ പക്ഷേ ഈ ഒരു റെക്കമെൻഡേഷൻ 1946 വരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ ജോട്ടേദാഴ്സിന് ഒരു വലിയ പ്രിവിലേജ് കിട്ടി. സോ 1946 വരെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരുന്നതാണ് ബംഗാൾ പ്രൊവിൻഷ്യൽ കിസാൻ സഭ. ഇത് CPIയുടെ തന്നെ ഒരു കിസാൻ വിങ്ങാണ്, ബംഗാൾ പ്രൊവിൻഷ്യൽ കിസാൻ സഭ. അവർ തെബാഗ മൂവ്മെൻറ്റായിട്ട് മുമ്പോട്ട് വരുന്നു. പക്ഷേ ഈ തെബാഗ മൂവ്മെൻറ്റിൻ്റെ ഒരു ഡിക്ലൈനാണ് പിന്നെ കാണുന്നത്. അതിന് 3 കാരണങ്ങളാണ് പ്രധാനമായിട്ട്. ബ്രിട്ടീഷേഴ്സ് തന്നെ റിപ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബംഗാൾ സെപ്പറേഷൻ, ആൾക്കാരുടെ ഇത് ബംഗാൾ സെപ്പറേഷനിലെ എന്ന് പറയുന്ന ഒരു വലിയ മാറ്ററിലേക്ക് ചിന്ത മാറുന്നു. അതുപോലെ ബാർഗദാരി ബില്ല് വരുന്നു. ബാർഗദാരി ബില്ല് വന്നെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ആവുന്നത് 1950 സോ ഇതൊക്കെയാണ് ഈ പറയുന്ന തെബാഗ മൂവ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്.